യൂട്യൂബ് ചാനൽ ഗായത്രി കല്ലുവിള. അപ്പം 2019-18 തൊട്ട് ഡ്രാമാസ് കാണുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പം അന്ന് തൊട്ടേ ഞാൻ ആദ്യം കണ്ടു തുടങ്ങിയെന്ന് പറഞ്ഞാൽ ടർക്കിഷ് ഡ്രാമകളായിരുന്നു കേട്ടോ. നമ്മുടെ എർക്കൻ സിക്രൂസ് ഒക്കെ പോലുള്ള ഡ്രാമാസ് ആയിരുന്നു ഞാൻ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം അത് ഞാൻ ഫുള്ളായിട്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. കാരണം അന്ന് ഞാൻ അത് കണ്ടതെന്ന് പറഞ്ഞാൽ MX പ്ലെയറിലായിരുന്നു. അപ്പോൾ ഭയങ്കര ലെങ്തി ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ അത് പകുതിക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്തു. കൊള്ളാത്തത് കൊണ്ടല്ല, എനിക്കതെന്തോ പേഴ്സണലി എനിക്ക് അത്രയും എപ്പിസോഡ് ക്യാച്ചപ്പ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയില്ല. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കാണുന്ന ഡ്രാമ എന്ന് പറഞ്ഞാൽ ഡ്രാമയല്ല ഞാൻ കാണുന്നത്, പിന്നെ കുറേ കൊറിയൻ മൂവീസും ചൈനീസ് മൂവീസും ആയിരുന്നു ഞാൻ കണ്ടത്. ലിറ്റിൽ ബ്രൈഡ് പോലെയൊക്കെയുള്ള കുറച്ച് സിനിമ, പഴയ സിനിമാസൊക്കെ ഞാൻ കണ്ടു. അപ്പം എനിക്ക് അന്നെന്ന് പറഞ്ഞാൽ ഈ ചൈനീസ് ഏതാണ് കൊറിയൻ ഏതാണ് എന്നുള്ള എനിക്കങ്ങനെ ഒരു ഡിഫറൻസ് എനിക്ക് അറിയില്ലായിരുന്നു. സംസാരമാണെങ്കിലും അവരുടെ രൂപമാണെങ്കിലും എനിക്കത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയത്തില്ലായിരുന്നു. അപ്പം എക്സാക്ട്ലി ഞാൻ കൊറിയൻ ഡ്രാമ കാണാൻ തുടങ്ങിയതിന് ശേഷമാണ് ഓക്കെ ഇതാണ് കൊറിയൻ ഭാഷ, ഇതാണ് ചൈനീസ് ഭാഷ എന്ന് എനിക്ക് മനസ്സിലാവാനായിട്ട് തുടങ്ങിയത്. അപ്പം ആദ്യം ഞാൻ കൊറിയൻ ഡ്രാമ കണ്ടു തുടങ്ങുന്ന സമയത്ത് ഞാൻ കൊറിയൻ ഡ്രാമ മാത്രമായിരുന്നു കണ്ടിട്ടിരുന്നത്. അപ്പം ഒരു സമയത്ത് വെച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് മൈ ഗേൾ ഫ്രണ്ട് ഈസ് ആൻ ഏലിയൻ എന്നൊരു ഡ്രാമ വന്നു. അപ്പോൾ ഞാൻ അതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൊള്ളാലോ, വേറൊരു ജോണർ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ വേറെ കുറേ ഡ്രാമാസൊക്കെ ചൈനീസിൽ കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പം എന്നിരുന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ഫേവറേറ്റ് ആയിട്ടുള്ള എപ്പോഴും ഞാൻ റീവാച്ചിന്, എനിക്ക് എന്ത് ബോറടിച്ചിരുന്നാലും ഞാൻ റീവാച്ചിന് എടുക്കുന്ന കുറേ ചൈനീസ് ഡ്രാമാസ് ഉണ്ട്. അപ്പം എൻ്റെ റീവാച്ച് ലിസ്റ്റിൽ എനിക്ക് തോന്നുന്നു ടോപ്പ് 5 വരുന്നത് ചൈനീസ് ഡ്രാമാസ് തന്നെയാണ്. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അവർ വെറൈറ്റി ഓഫ് കണ്ടൻസ് ആയിരിക്കും. ഒരു എപ്പോഴും എന്ന് വെച്ചാൽ നമ്മൾ കേട്ടുകേൾവിയുള്ള ഒരു പ്ലോട്ടാണെങ്കിൽ പോലും നമുക്കത് ഭയങ്കരമായിട്ടും ലൈക്ക് ഒരു പുതിയൊരു ഫീലിംഗ് ആയിരിക്കും നമ്മൾ ചൈനീസ് ഡ്രാമ കാണുമ്പോഴത്തേക്ക്. അതുപോലെ തന്നെ അവരുടെ ആക്ടിങ് ഒരു രക്ഷയില്ല കേട്ടോ. എന്ന് വെച്ചാൽ രാധ പണ്ടത്തെ ഒരു ടൈപ്പ് ഓഫ് ഡ്രാമ അല്ലെങ്കിൽ അവരുടെ പണ്ടത്തെ മൂവീസ് എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എന്താ പറയുന്നത്, അവർ അന്ന് തൊട്ടേ കുറച്ചും കൂടി ഒരു ഫോർവേഡ് ആയിരുന്നു എന്നുള്ളതിൻ്റെ ഒരു നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏതാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഡ്രാമ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഗോഗോസ് കിഡാണ് കേട്ടോ. എനിക്കൊന്ന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ഡ്രാമ. അതായത് യാങ്സിയെ എല്ലാവർക്കും അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒബിയസ്ലി കൊറിയൻ ഡ്രാമ കാണുന്ന അല്ലെങ്കിൽ ചൈനീസ് ഡ്രാമാസ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് യാങ്സിനെ അറിയായിരിക്കും. അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ട്രസ്സാണ്. ഇപ്പോൾ പുള്ളിക്കാരി ഡ്രാമ ഞാൻ ആ സമയത്ത് തപ്പിപ്പറക്കി കണ്ടുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഒരു റീലിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഇങ്ങനെ ഞാൻ യാങ്സിയുടെ ഫാനാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് റിപ്ലൈ ആയിട്ട് വന്നു, അങ്ങനെയാണെങ്കിൽ ഗോഗോസ് കിഡ് ഉറപ്പായിട്ട് കാണാമെന്നൊക്കെ പറഞ്ഞ് എനിക്ക് റിപ്ലൈ ആവും. അപ്പോൾ ഞാൻ ആദ്യമാണ് ഗോഗോസ് കിട്ടോ. അങ്ങനെ ഞാനതിൻ്റെ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഇത് യൂട്യൂബിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഒരു 42 എപ്പിസോഡുകളോളം ഉണ്ട്, 48 ആ ഒരു റേഞ്ചോളം എപ്പിസോഡ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ഈ ഡ്രാമ കണ്ടു കേട്ടോ. അങ്ങനെ ഞാൻ ഈ ഡ്രാമ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ റീവാച്ച് ചെയ്തിട്ടുള്ള ഡ്രാമ ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറയും ഗോഗോസ് കിഡ് ആയിരിക്കും. ഗോഗോസ് കിഡും പിന്നെ ഞാൻ ഇനി പറയാൻ പോകുന്ന 2-3 ഡ്രാമാസ് ഞാൻ അത്രയും തന്നെ റീവാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഗോഗോസ് കിഡിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ ഇവനൊരു ഇ സ്പോർട്സ് കളിക്കുന്ന ഒരാളാണ്. അപ്പം പുള്ളിക്കാരൻ അതിൽ നിന്ന് റിട്ടയർഡ് ആയിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു ഇ സ്പോർട്സ് കമ്പനി തുടങ്ങിയിട്ട് അപ്പോൾ ആ കമ്പനിയിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കൊണ്ട് ഗെയിമിനൊക്കെ പോവുകയാണ്. അപ്പോൾ നമ്മുടെ നായിക പുള്ളിക്കാരി ഭയങ്കരമായിട്ട് കോളേജിൽ ടോപ്പായിട്ട് പഠിക്കുന്ന ഒരു പുള്ളിക്കാരിയാണ്. അപ്പം നല്ലപോലെ പാടും. അപ്പോൾ വെയ്ബൂലൊക്കെ നല്ലപോലെ പാടി ഒരുപാട് ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരാളാണ്. അവരിങ്ങനെ കോയിൻസിഡൻ്റലായിട്ട് ഇവനെ കാണുമ്പോഴത്തേക്ക് ഇവക്കൊരു ക്രഷായിട്ട് ഇവനെ ഫോളോ ചെയ്ത് അങ്ങനെ അതാ ഒരു ടേമിലാണ് കഥ പോകുന്നത്. ഒബ്വിയസ്ലി അവൻ എന്തുകൊണ്ട് റിട്ടയർ ആയി, എന്തുകൊണ്ട് അവൻ്റെ കുറച്ച് പാസ്റ്റ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഡ്രാമയാണ് കേട്ടോ. രണ്ടാമത്തതാണ് വീണ്ടും എൻ്റെ ഫേവറേറ്റ് യു ആർ മൈ ഗ്ലോറി. യു ആർ മൈ ഗ്ലോറി എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുന്നത്, ദിൽറബ അറിയാവില്ല, ദിൽറബ യാങ് അവരുടെ രണ്ടുപേരുടെയും ഡ്രാമയാണ് കേട്ടോ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ അവളൊരു ഭയങ്കര ഒരു ഫേമസ് ആയിട്ടൊരു ആക്ട്രസ്സാണ്. അവനൊരു എയറോസ്പേസിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പം ആ ഒരു ജോബ് കിട്ടിയതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഓൺലൈൻ ഗെയിം വഴിയിട്ട് ഇവളെ ഗെയിം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവൻ അവിടെ ചെല്ലുകയാണ്, ഇവിടെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇവർ രണ്ടുപേരും 10ാം ക്ലാസ് +2 വരെയൊക്കെ ഒരുമിച്ച് പഠിച്ചതാണ്. പിന്നെ ആ ഒരു ബോണ്ട് ഒരു റിലേഷൻഷിപ്പിലോട്ട് എത്തുകയും അതുപോലെ തന്നെ അവരുടെ ഒരു കരിയർ വൈസ് ആണെങ്കിലും അവരുടെ ഒരു റിലേഷൻഷിപ്പ് വൈസ് ആണെങ്കിലും ഭയങ്കര മെച്യൂർഡ് ആയിട്ടുള്ളൊരു കൈൻഡ് ഓഫ് റിലേഷൻ ഉള്ളൊരു ഡ്രാമയാണ് കേട്ടോ. നമുക്കിങ്ങനെ ഒരു ടെൻഷനോ ഒന്നും ഇല്ലാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഡ്രാമ. മൂന്നാമത്തത് ദ ഓത്ത് ഓഫ് ലവ് യാങ്സിയുടെ ഡ്രാമ തന്നെയാണ്. ആക്ടറിൻ്റെ പേര് എനിക്കറിയില്ല. അവിടെ അച്ഛന് ഇതുപോലെ അവിടെ അച്ഛൻ ഭയങ്കര റൂഡാണ് കേട്ടോ, നായികയുടെ അച്ഛൻ. അപ്പം അച്ഛന് ക്യാൻസറായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു. അപ്പം ഇവള് ഡോക്ടറുമായിട്ട് എന്താ നോക്കാത്ത രീതിയിൽ ഡോക്ടറായിട്ട് ഉടക്കുന്നു. അങ്ങനെ ഈ ഡോക്ടറും ഇവളും തമ്മിലുള്ളൊരു സ്റ്റോറിയാണ്. പിന്നെ അച്ഛനും മകളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതൊക്കെയാണ് ആ ഡ്രാമയുടെ ഒരു ഇത്. അപ്പം ഭയങ്കരമായിട്ട് നമുക്ക് കരച്ചിൽ വരും കേട്ടോ.
എന്ന് വെച്ചാൽ ആ ഒരു ടൈപ്പിലാണ് ആ ഒരു ഡ്രാമ എടുത്ത് വെച്ചേക്കുന്നത്. അടുത്ത ഡ്രാമ ഒബ്വിയസ്ലി ഡ്രാമാസ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാം അറിയായിരിക്കും. ദ ഫസ്റ്റ് ഫ്രോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നെറ്റ്ഫ്ലിക്സിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഡ്രാമയാണ് ദ ഫസ്റ്റ് ഫ്രോസ്റ്റ്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ നായികയും നായകനും ഒരു ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അപ്പം ഒരുപാട് നാളത്തെ സെപ്പറേഷന് ശേഷം ഏകദേശം ഒരു 8 വർഷത്തിന് ശേഷം ഇവർ ഒരുമിച്ച് ഒരു വീട് റെൻറ്റിനെടുക്കുകയാണ്, സെയിം അപ്പാർട്ട്മെൻറ്റ് റെൻറ്റിനെടുക്കുകയാണ്. അപ്പോൾ അവിടെ നടക്കുന്ന കുറച്ച് സംഭവങ്ങൾ, അവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ, അത് പിന്നെ എങ്ങനെയാണ് റിലേഷൻഷിപ്പ് ആവുന്നത് എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ ഒരു ഡ്രാമ എടുത്തേക്കുന്നത്. അടുത്ത ഡ്രാമ ഒബ്വിയസ്ലി ഇതിനകത്തെല്ലാം ഒരു സ്പോർട്സിൻ്റെ എലമെൻ്റ് ഉണ്ട്. അത് ഞാൻ ഇങ്ങനെയുള്ള ഡ്രാമാസ് കാണുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പം ലവ് സീനറിക്കകത്തെന്ന് പറഞ്ഞാൽ കോളേജിൽ പഠിക്കുന്ന ഒരു ചെറുക്കൻ ഒരു തന്നെക്കാട്ടിൽ ഒരുപാട് വയസ്സ് മൂത്തായിട്ടുള്ളൊരു സിനിമാ നായികയെ പ്രേമിക്കുന്നതായിട്ടാണ് കഥ. ത്രൂ സ്പോർട്സിൽ ഇങ്ങനെ ഗെയിം കളിച്ച് അങ്ങനെ ഇവ നേരിട്ട് വന്ന് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതൊരു ആക്ട്രസ് ആണെന്നും അങ്ങനെയൊക്കെയുള്ളൊരു ടൈപ്പ് ഓഫ് ഡ്രാമയാണ്. ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ റീവാച്ച് ചെയ്തിട്ടുള്ള 5 ഡ്രാമാസാണ് കേട്ടത്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ടാറ്റ ബൈ ബൈ, ഓക്കെ, സീ യു.